ഹായ് എവരി വൺ, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലളിത. SSLC മാത്തമാറ്റിക്സ് പരീക്ഷ പേടി കൂടാതെ എഴുതുന്നതിന് സഹായിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓരോ പാഠഭാഗത്തെയും കോൺസെപ്റ്റുകൾ അവതരിപ്പിക്കുകയും അതിന് അനുയോജ്യമായ ആപ്ലിക്കേഷൻ പ്രോബ്ലവും ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ പേടി അകറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററും സർക്കിൾസ് പാർട്ട് 1 എടുത്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സർക്കിൾസ് പാർട്ട് 2 വൃത്തവും ഞാണുകളും എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വൃത്തങ്ങളും ഞാണുകളും എന്ന പാഠഭാഗത്ത് ആദ്യം പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്: വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ഞാണുകൾ വൃത്തത്തിനകത്ത് വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഞാണുകളുടെ ഭാഗങ്ങളുടെ രണ്ട് ഞാണുകളുടെയും ഭാഗങ്ങളുടെ ഗുണനഫലം തുല്യമായിരിക്കും. അതായത് ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് കോഡ്സ് വൃത്തത്തിനുള്ളിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ കോഡ്സിന്റെ പാർട്സുകളുടെ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും എന്നതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. ഇവിടെ നോക്കൂ, AB എന്ന ഒരു ഞാണും വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് നമ്മൾ യോജിപ്പിച്ച് കിട്ടുന്ന ഈ വരയ്ക്കാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ ഞാൻ AB-യും ഞാൻ CD-യും, കോഡ് AB ആൻഡ് കോഡ് CD എവിടെ വെച്ച് ഇന്റർസെക്ട് ചെയ്തു, എവിടെ വെച്ച് കൂട്ടിമുട്ടി? P എന്ന പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടിയിരിക്കുകയാണ് അല്ലെ? അങ്ങനെ കൂട്ടിമുട്ടിയാൽ ഈ AB എന്ന ഞാൻ രണ്ട് പീസസ് ആയി മാറി, രണ്ട് ഭാഗങ്ങളായി മാറി. ഏതാണ്? AP എന്ന ഒരു ഭാഗവും PB എന്ന മറ്റൊരു പാർട്ടും അല്ലെ? അതേപോലെ CD എന്ന ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്, CP എന്ന ഭാഗവും PD എന്ന ഭാഗവും. അതായത് ഈ 4 പാർട്സ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. AP, അതുപോലെ PB. CDA രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്, CP, അതുപോലെ PD. ക്ലിയർ? ഈ 4 ഭാഗങ്ങൾക്ക് ഒരു ബന്ധമുണ്ട്, അവയുടെ നീളങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ്. എന്താണ് ആ ബന്ധം? AP എന്ന് പറയുന്ന നീളം ഇൻറ്റു PB എന്ന് പറയുന്ന നീളം, അതായത് ഈ ഞാണിന്റെ രണ്ട് ഭാഗങ്ങളുടെയും ഗുണനഫലം അത് തുല്യമായിരിക്കും എന്നാണ്. ഏതിന് തുല്യമായിരിക്കും? രണ്ടാമത്തെ ഞാൻ രണ്ട് കഷ്ണങ്ങളായിട്ടുണ്ട് അല്ലേ? എന്താണ് ആ കഷ്ണങ്ങൾ? CPയും PDയും. CPയും PDയും ഇതിന്റെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്നതാണ്. ഇതിന്റെ പ്രൊഡക്റ്റിനെ ഈ പ്രൊഡക്റ്റിന് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഒന്ന് പറയാം, രണ്ട് കോഡ് APയും ABയും CDയും വൃത്തത്തിനകത്തെ P എന്ന ബിന്ദുവിൽ വെച്ച് പോയിന്റിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്താൽ, കൂട്ടിമുട്ടിയാൽ ഈ ഒരു നിയമം പാലിക്കും. AP × PB = CP × PD. അവിടെ ഗുണനഫലം തുല്യമായിരിക്കും, പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും എന്നതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? വൃത്തത്തിനകത്ത് വെച്ച് കൂട്ടിമുട്ടിയാൽ ആ ഞാണുകളുടെ ഭാഗങ്ങളുടെ ഗുണനഫലം, രണ്ട് ഞാണുകളുടെയും ഭാഗങ്ങളുടെ ഗുണനഫലം തുല്യമായിരിക്കും, സെയിം ആയിരിക്കും എന്നതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. നോക്കൂ, ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. AB എന്ന ഞാണും CD എന്ന ഞാണും വൃത്തത്തിനകത്ത് P എന്ന ബിന്ദുവിൽ വെച്ച് കൂട്ടിമുട്ടിയിരിക്കുന്നു. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് P ആണ്. എങ്കിൽ അവർ തന്നിരിക്കുന്നത് 3 നീളങ്ങൾ തന്നിട്ടുണ്ട്. CP എന്ന നീളം 3 സെന്റിമീറ്റർ ആണ്. CP 3 സെന്റിമീറ്ററും PD 12 സെന്റിമീറ്ററും എന്ന് തന്നിരിക്കുന്നു. കൂടാതെ ഒരു നീളം കൂടി തന്നിട്ടുണ്ട്, BP, PB അല്ലെങ്കിൽ PB ഏതെങ്കിലും. PB എന്ന നീളം 4 സെന്റിമീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ABയുടെ നീളം കാണുക എന്നാണ്. AB എത്ര എന്നാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? രണ്ട് ഞാണുകൾ ABയും CDയും വൃത്തത്തിനകത്തെ P എന്ന ബിന്ദുവിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു, കൂട്ടിമുട്ടിയിരിക്കുന്നു. നമുക്ക് 3 നീളങ്ങൾ തന്നിട്ടുണ്ട്, 3 ഭാഗങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട്. CP 3, PD 12 സെന്റിമീറ്റർ, PB എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. എങ്കിൽ നമുക്ക് AB എന്ന മൊത്തം ഞാണിന്റെയും നീളം കാണണം എന്നുള്ളതാണ് ആവശ്യം. AB എന്ന ഞാണിന്റെ നീളം കാണണമെങ്കിൽ അതിന്റെ ഒരു ഭാഗത്തിന്റെ നീളം നമുക്കറിയാം. ഈ AP എന്ന നീളം കൂടി കണ്ടാൽ മതിയല്ലോ.
എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം കണ്ടാൽ നമുക്ക് ഉടനെ ഒരു നിയമം ഓർക്കാം. എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി. സി പി ഇൻറ്റു പി ഡി എന്നാണ് നാം മനസ്സിലാക്കിയ കോൺസെപ്റ്റ് അല്ലേ? ഇതിലൊന്ന് വില ചേർത്ത് നോക്കിയാൽ നമുക്ക് എ പി എന്ന നീളം അറിയില്ല. പി ബി എന്ന നീളം 4 ഈക്വൽ ടു സി പി 3 ഗുണിക്കണം പി ഡി എന്ന നീളം 12 സെന്റിമീറ്റർ. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. 3 × 12 36 ആണ്. 36 ഇവിടെ 36 തന്നെ കിട്ടണമെത്രേ. 4നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 36 കിട്ടും? 4നെ 9 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ? അതായത് എ പി എന്ന നീളം 9 ആണ്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ എ പി സമം 3 × 12ന്റെ ഭാഗത്തേക്ക് 4/4. 4 ഒരു പ്രാവശ്യം, 12ൽ 3 വശം, അതായത് 3 × 3 9 എന്ന് കിട്ടും. 9 സെന്റിമീറ്റർ. എ പി എന്ന നീളം 9 ആണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ. എങ്കിൽ എ ബി എന്ന നീളം എത്രയായിരിക്കും? നിങ്ങളോട് ചോദിച്ച എ ബി എന്ന ഞാണിന്റെ നീളം 9 + 4 13 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? കഴിഞ്ഞ കോൺസെപ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ ഈ നിയമമാണ് ഓർക്കേണ്ടത്. പല കുട്ടികളും ഇവിടെ പി എന്ന പോയിന്റ് മാത്രമേ, ടെക്സ്റ്റ് ബുക്കിലും പി ആണ്, നമ്മൾ ചെയ്തു വരുമ്പോഴും പി ആണ്. ഇവിടെ പി എന്ന പോയിന്റ് അല്ലെങ്കിൽ എമ്മിലാണ് കൂട്ടിമുട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? നിയമം AM × MB = CM × MD. ഇവിടെ പോയിന്റിന്റെ പേരൊന്നും പ്രശ്നമല്ല. നമ്മൾ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, കൂട്ടിമുട്ടിയ പോയിന്റ് വരെയുള്ള നീളം എയിൽ നിന്ന്, ഇതിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്ന്, ഈ ഞാണിന്റെ എൻഡ് പോയിന്റ് അല്ലേ, ഞാണിന്റെ അഗ്രബിന്ദുവിൽ നിന്ന് കൂട്ടിമുട്ടിയ പോയിന്റ് വരെയുള്ള നീളം. ഇവിടെയും ഈ ഞാണിന്റെ രണ്ടാമത്തെ അഗ്രബിന്ദുവിൽ നിന്ന് ഈ കൂട്ടിമുട്ടിയ പോയിന്റ് വരെയുള്ള നീളം. അതാണ് ഇതിന്റെ ഗുണനഫലം. ഈ രണ്ടാമത്തെ ഞാണിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്ന് ഇന്റർസെക്റ്റിംഗ് പോയിന്റിലേക്കുള്ള അകലം, ഈ രണ്ട് അകലങ്ങളുടെ ഗുണനഫലം എന്നാണ് അർത്ഥമാക്കുന്നത്. പോയിന്റുകളോ ഇവിടെയുള്ള ABCD എന്നതൊക്കെ മാറി മാറി വരാവുന്നതാണ്. ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? അടുത്ത കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് കണക്കാക്കാം ഇതിനെ. നോക്കൂ, നമ്മൾ പഠിച്ചത് എന്താ? 2 ഞാണുകൾ എ ബിയും സി ഡിയും വൃത്തത്തിനകത്ത് വെച്ച് കൂട്ടിമുട്ടിയാൽ ഞാണുകളുടെ ഭാഗങ്ങളുടെ ഗുണനഫലം തുല്യമായിരിക്കും എന്നാണ് അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. AP × PB = CP × PD. ഈ ഭാഗങ്ങൾ, ഈ ഞാണുകളുടെ ഭാഗങ്ങൾ 2 ഭാഗങ്ങളാവുന്നുണ്ടല്ലോ. ആ ഞാണുകളുടെ ഭാഗങ്ങൾ വശങ്ങളായ ചതുരത്തിന്റെ പരപ്പളവ് ഏരിയ ഈ ഞാണിന്റെ 2 ഭാഗങ്ങൾ വശങ്ങളായ ചതുരത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും എന്നർത്ഥം. എക്സാമ്പിൾ ആയിട്ട് ഇതിൽ വെച്ച് പറയുകയാണെങ്കിൽ AP ഒരു വശവും PB ഒരു വശവുമായ ചതുരത്തിന്റെ പരപ്പളവ്. എങ്ങനെ ചതുരം ഉണ്ടാക്കാം? AP ഒരു PB AP എന്നീ വശങ്ങൾ, ഞാൻ ഈ നീളം PA തന്നെ ഇവിടെ 90 ഡിഗ്രിയിൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചതുരം കിട്ടും. 90 ഡിഗ്രി വേണം എന്നർത്ഥം. അങ്ങനെ നമുക്കൊരു ചതുരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? ഈ ചതുരത്തിന്റെ പരപ്പളവ്, ഇതിന്റെ വശങ്ങൾ ഏതൊക്കെയാണ്? PB എന്ന വശവും AP എന്ന നീളവുമാണ് ഇതിന്റെ വശങ്ങളായിട്ട് എടുക്കുന്നത്. ഈ ചതുരത്തിന്റെ പരപ്പളവ്, അതായത് ഇവിടെ 4 9 4 ആണ് കേട്ടോ. ഇതൊരു വശവും ഈ നീളം ഒരു വശവുമായി അല്ലെ? CP ഒരു വശവും PD എന്ന നീളം ഒരു വശവുമായി. എങ്ങനെ വരയ്ക്കാം? PD എന്ന നീളം നിങ്ങൾക്ക് ഇവിടെ എടുത്താൽ മതിയല്ലോ. 90 ഡിഗ്രിയിൽ PD എന്ന നീളം എത്രയാണ്? ഇവിടെ 3 എന്നറിയാം. ഇനി കണ്ടിട്ടില്ലെങ്കിൽ നമുക്കിവിടെ കോമ്പസ് കൊണ്ട് അളന്നെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? 3 എന്ന് തന്നുകൊണ്ട് ഇവിടേക്ക് 3 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് ഇവിടെയും 3 സെന്റിമീറ്റർ, 90 ഡിഗ്രിയിൽ ഈ ഭാഗങ്ങളിലല്ല, 90 ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചതുരം വരയ്ക്കാവുന്നതാണ്, റെക്റ്റാങ്കിൾ വരയ്ക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ 2 റെക്റ്റാങ്കിളുകളുടെയും ഏരിയ ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും എന്നതാണ് നെക്സ്റ്റ് കോൺസെപ്റ്റായി പറയുന്നത്. എന്താണ്? 2 ഞാണുകളുടെയും ഭാഗങ്ങൾ വശങ്ങളായ ചതുരങ്ങളുടെ പരപ്പളവ് തുല്യമാണ് എന്നതാണ്. നമുക്കറിയാലോ, ചതുരത്തിന്റെ പരപ്പളവ് വശങ്ങൾ തമ്മിലുള്ള ഗുണനഫലമാണ് അല്ലേ? വശങ്ങൾ തമ്മിലുള്ള, അതായത് ഇവിടെ PB, ഇവിടെ AP × PB
എ പിയും പി ബിയും വശങ്ങളായ എ പി ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരപ്പളവ്, നീളം ഇൻറ്റു വീതി അല്ലേ, വശങ്ങളുടെ ഗുണനഫലമാണ് ചതുരത്തിൻ്റെ പരപ്പളവ്. അങ്ങനെ തന്നെ ഈ ചതുരത്തിൻ്റെ പരപ്പളവും സി പി വശം പി ഡി വശം ക്ലിയറായില്ലോ. അപ്പൊ ഈ രണ്ട് ചതുരങ്ങളുടെ പരപ്പളവ് തുല്യമാണ് എന്ന കോൺസെപ്റ്റാണ്. ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ചതുരം നിർമ്മിക്കുക എന്ന ചോദ്യം ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ വശങ്ങളുള്ള ചതുരത്തിന് തുല്യ പരപ്പളവുള്ളതും ഒരു വശം 3 സെന്റിമീറ്ററുമായതുമായ മറ്റൊരു ചതുരം നിർമ്മിക്കുക എന്നാണ് അല്ലെ. ഒരു റെക്റ്റാങ്കിളിന്റെ 2 സൈഡ് തന്നിട്ട് 4ഉം 6ഉമാണ്. മറ്റൊരു റെക്റ്റാങ്കിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ 3 സെന്റിമീറ്റർ. പക്ഷേ സെയിം ഏരിയ ആയിരിക്കണം, മുമ്പത്തെ റെക്റ്റാങ്കിളിന്റെ സെയിം ഏരിയ ആയിരിക്കണം. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് 4ഉം 6ഉം കോഡിന്റെ ഭാഗങ്ങളായിട്ട് എടുത്താൽ എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി ആണ് അല്ലേ. നമ്മൾ 4 ഇൻറ്റു 6 എന്ന് പറയുന്നത് ഏരിയ 24ആണ്. ആ 24 തന്നെ വരുന്നത് വേറെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 3 ഇൻറ്റു 8 ആയിട്ട് എടുക്കാം. 4 ഇൻറ്റു 6 24ആണ്. 24 ഗുണനഫലം വരുന്ന മറ്റു 2 സംഖ്യകളാണ് 3ഉം 8ഉം അല്ലേ. അപ്പൊ ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരു സർക്കിൾ വരയ്ക്കേണ്ടതുണ്ട്. ആ സർക്കിള് 4ഉം 6ഉം 10 ഒരു ഞാണിന്റെ നീളം വരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ തീർച്ചയായിട്ടും 10നേക്കാൾ കൂടുതലായിരിക്കണം. അത്രയും ആലോചിച്ചാൽ മതി. 4ഉം 6ഉം 10, ഇവിടെ 3, 8ഉം 11. ഇങ്ങനെയുള്ള 2 ഞാണുകൾ വരയ്ക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിപ്പം കൂടുതലുള്ള ഒരു സർക്കിൾ തന്നെ ആയിരിക്കണം. വ്യാസം ഇതിനേക്കാൾ കൂടുതലായിരിക്കണം, 11നേക്കാൾ കൂടുതലായിരിക്കണം. 11നേക്കാൾ കൂടുതലുള്ള 12ഓ 14ഓ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. 14 സെന്റിമീറ്റർ ഡയമീറ്റർ, അതായത് ഞാൻ എടുത്തത് റേഡിയസ് 7 സെന്റിമീറ്റർ. റേഡിയസ് 7 സെന്റിമീറ്റർ ഉള്ള കൺസ്ട്രക്ട് ചെയ്യല്ല, ഞാൻ സാമ്പിൾ കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. 7 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് അതിൽ 4ഉം 6ഉം 2 ഒരു കോഡ് 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കോഡ് നിർമ്മിക്കുകയാണ്. ആ കോഡ് 10 സെന്റിമീറ്റർ നമുക്ക് സ്കെയിലാവുന്ന 10 സെന്റിമീറ്റർ എവിടെയാണ് വരുന്നത് നോക്കി 10 സെന്റിമീറ്ററിന്റെ ഒരു കോഡ് നിർമ്മിക്കാൻ പറ്റും അല്ലേ. കോഡ് നിർമ്മിക്കുകയാണ്. ഈ കോഡ് നിർമ്മിച്ച് അതിനെ 4ഉം 6ഉമായിട്ട് തിരിക്കുകയാണ്. വേറെ രീതിയിലും ഇത് ചെയ്യാം, ഞാൻ സിമ്പിളായി പറഞ്ഞു തന്നേ ഉള്ളൂ. 4ഉം 6ഉം വെച്ച് കോഡായി പിരിച്ചു. ഇനി നമ്മളോട് പറയുന്നത് ഇതിന് തുല്യ പരപ്പളവുള്ള എന്നാണ്. അതായത് ഇത് വരയ്ക്കാൻ നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇത് വരയ്ക്കാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 6ഉം 4ഉം വശങ്ങളായ ഒരു ചതുരം വരയ്ക്കുക, അത്രയേ ഉള്ളൂ. ഈ 4 സെന്റിമീറ്റർ എടുത്ത് ഒരു ചതുരം വരയ്ക്കുക അല്ലേ. ഇനി മറ്റു 2 ഞാനുകളുടെ കഷ്ണങ്ങൾ 3ഉം 8ഉം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. 3ഉം 8ഉം 11. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നത് 3 എന്നേ ഉള്ളൂ. 3 എന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് 8 കണ്ടെത്താൻ നിങ്ങൾക്ക് ഗുണിച്ച 24 കിട്ടാത്ത ഒരു സംഖ്യയായിട്ട് വരാം. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നീളം 3 ഉള്ളൂ അല്ലേ. അപ്പൊ ഇതിന്റെ പോയിന്റ് ഈ ഈ പോയിന്റിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? 3 സെന്റിമീറ്ററുള്ള ഒരു ആർക്ക് വരയ്ക്കണം. 3 സെന്റിമീറ്ററുള്ള ആർക്ക് വലിയ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് വൃത്തത്തെ കൂട്ടിമുട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ താഴെ കുറവ് നീളമുള്ള സ്ഥലത്തേക്ക് ഇതിന് ആർക്ക് വരച്ചാൽ, ഇവിടെ 3 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇത് ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടും അല്ലേ. ഇനി ഈ സ്കെയിൽ വെച്ച് ഇത് നീട്ടിയാൽ നിങ്ങൾക്ക് ഈ കോഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, ഈ ഞാണിനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമുക്ക് ഇത് എ പി ബി ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ബി പി എന്ന് കൊടുത്താൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് സിയും ഡിയും എങ്കിൽ പി ഡി ഒരു നീളവും സി പി ഒരു നീളവും വശവുമായി നമുക്കൊരു ചതുരം വരയ്ക്കാം. സി പി ഇവിടെ 90 ഡിഗ്രി വരച്ചിട്ടാൽ, ഇവിടെയും 90 ഡിഗ്രി വരച്ചിട്ടാൽ ഇതിൽ എത്ര നീളം എടുക്കണം? 90 ഡിഗ്രി പെർപെൻഡിക്കുലറിൽ എത്ര നീളം എടുക്കണം? സി പി എന്ന നീളം 3, സി പി 3 ആണ്. ആ നീളം ഇതിലേക്ക് അടയാളപ്പെടുത്തുക. ഇവിടെയും 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ചതുരമുണ്ടല്ലോ, ഈ ചതുരമാണ് ഇതിന് തുല്യ പരപ്പളവുള്ള ചതുരം എന്ന് പറയുന്നത്. അതിന്റെ ഒരു വശം 3 തന്നെയാണ്. നമ്മൾ 3 ആണ് ഇവിടെ എടുത്തത്. ക്ലിയർ? ഇവിടെ ചിലപ്പോൾ 8 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലായിരിക്കാം. ചിലപ്പോൾ 2 തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന വേറൊരു സംഖ്യ ഇവിടെ
മുറിക്കാൻ പറ്റാത്ത ഒരു സംഖ്യ ആയിരിക്കാം. ഇവിടെ 8 എന്ന് നമുക്ക് 24 ആയതുകൊണ്ടാണ് മുറിക്കാൻ പറ്റിയത് അല്ലേ. മുറിക്കാൻ പറ്റാത്ത സംഖ്യയാണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല, ഒരളവ് മാത്രം കിട്ടിയാൽ മതി. ആ 3 സെന്റിമീറ്റർ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് ഇവിടേക്ക് മുകളിലേക്കോ താഴേക്കോ സർക്കിളിലേക്ക് കൂട്ടിമുട്ട, ഇങ്ങനെയൊക്കെ പല കുട്ടികളും വരയ്ക്കാറുണ്ട്. ഇവിടെ കൂട്ടിമുട്ടിയില്ല ടീച്ചറെ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ നീട്ടിയാൽ ഇതിവിടെ കൂട്ടിമുട്ടുന്നതേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ താഴെയുള്ള ഭാഗത്ത് ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് ചതുരം, 2 ചതുരങ്ങൾ, തുല്യ പരപ്പളവുള്ള ചതുരങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഒന്നുകൂടി പറയാം, 4ഉം 6ഉം 10 സെന്റിമീറ്റർ ഞാണിന്റെ നീളമാണ് എന്ന് മനസ്സിലാക്കുക. അതിനേക്കാൾ കൂടുതൽ വലിപ്പമുള്ള ഒരു വൃത്തം വരയ്ക്കുക. 10നേക്കാൾ കൂടുതൽ വലിപ്പമുള്ള എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 10ൽ കൂടുതൽ ഒരു 14 സെന്റിമീറ്റർ, എത്ര വലിപ്പമുള്ളതായാലും പ്രശ്നമില്ല. 14 സെന്റിമീറ്റർ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തത് സമം 7 സെന്റിമീറ്റർ എന്നാണ്. അത്രയും വലിപ്പമുള്ള ഒരു വൃത്തം വരച്ചതിന് ശേഷം അതിൽ 4ഉം 6ഉം 10 സെന്റിമീറ്റർ ഉള്ള ഒരു ഇത് വരയ്ക്കുകയാണ് ചെയ്തത്. എന്ത്? 10 സെന്റിമീറ്റർ ഉള്ള ഒരു ഞാൻ വരച്ച് 4ഉം 6ഉമായി ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞു. പിന്നീട് 3 സെന്റിമീറ്റർ ആണ് വശം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ വെച്ച് 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തുകൊണ്ട് നമ്മൾ ആർക്ക് നോക്കിയപ്പോൾ അത് ഈ പോയിന്റിലാണ് കൂട്ടിമുട്ടിയത്. ഇവിടെയൊക്കെ അങ്ങനെ നോക്കി വന്നാൽ അത് കോമ്പസ് തിരിച്ചാൽ ഇവിടെ കൂട്ടിമുട്ടും. ക്ലിയർ ആയില്ലേ? ആ പോയിന്റിൽ സി എന്ന് ഞാൻ അടയാളപ്പെടുത്തി. ക്ലിയർ? ഇത് പിയും അടയാളപ്പെടുത്തിയാൽ ഈ വര നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കിളിനെ കൂട്ടിമുട്ടുന്ന മറ്റു പോയിന്റ് കിട്ടും. ആ ഞാണിന്റെ എൻഡ് പോയിന്റ് കിട്ടും, അഗ്രബിന്ദുക്കൾ കിട്ടും. ഈ 2 നീളങ്ങളും വശമായ ചതുരം വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ വേറെ രീതിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായ ഒരു മാർഗം പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ? നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലമാണ് ഞാൻ പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് AB എന്ന ഞാണും CD എന്ന ഞാണും വൃത്തത്തിനകത്ത് വെച്ചല്ല കൂട്ടിമുട്ടിയത്. അവ നീട്ടിയപ്പോൾ പുറത്തെ P എന്ന പോയിന്റിൽ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ, ഈ സിയും ബിയും തമ്മിൽ യോജിപ്പിച്ചാലും ഇത് തമ്മിൽ യോജിപ്പിച്ചാലും ഈ 2 ത്രികോണങ്ങളും സദൃശ ത്രികോണങ്ങളാണ് എന്ന് തെളിയിക്കുക. കൂടാതെ നമുക്ക് തെളിയിക്കേണ്ടത് PA × PB സമം PA × PB സമം PC × PD എന്ന് തെളിയിക്കുക എന്നാണ്. PA × PB സമം കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ PC × PD. കഴിഞ്ഞ പ്രാവശ്യം ഈ P ഉള്ളിലായിരുന്നു. ഇപ്പോഴ് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് ഈ AB എന്ന ഞാണിന്റെ 2 എൻഡ് പോയിന്റ്സിലേക്കുള്ള നീളം, P മുതൽ A വരെയുള്ള നീളം PA, P മുതൽ B വരെയുള്ള നീളം PB. അതേപോലെ CD എന്ന ഞാണിന്റെയും P മുതൽ ഈ എൻഡ് പോയിന്റ് C വരെയുള്ള നീളം ഇൻറ്റു P മുതൽ ഞാണിന്റെ രണ്ടാമത്തെ അഗ്രബിന്ദു D വരെയുള്ള നീളം. ഈ ഗുണനഫലം തുല്യമായിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? മറ്റേ ഈ 2 ത്രികോണങ്ങളും എങ്ങനെ തെളിയിക്കാം? തുല്യമാണ് എന്ന് തെളിയിക്കാം. ഇതിലെ സദൃശമാണ്, തുല്യമല്ല, സദൃശമാണ് എന്ന് ഇങ്ങനെ തെളിയിക്കാം. ഈ ത്രികോണത്തിൽ, അതായത് ത്രികോണം PBCയിൽ ഏതെങ്കിലും പൊതുവായ കോണുണ്ടോ? പൊതുവായ കോൺ P എന്ന കോൺ ഇതിലും ഈ PDA എന്ന കോണിലും ത്രികോണത്തിലും രണ്ടിലും പൊതുവായ കോണാണ് കോൺ P. അതായത് ഈ 2 ത്രികോണത്തിലും, ഏത് 2 ത്രികോണങ്ങൾ? ത്രികോണം PBC, അതുപോലെ ത്രികോണം PDA. ഈ 2 ത്രികോണത്തിലും പൊതുവായ ഒരു കോണാണ് കോൺ P. ക്ലിയർ? ഇനി ഈ ഒരു കോൺ തുല്യമാണ്. ഇനി ഒരു കോണും കൂടി കിട്ടാറുണ്ടോ നോക്കുക. 2 തുല്യമാണ് എന്ന് പറയുന്ന ഒരു കോണും കൂടി കിട്ടിയാൽ നമുക്ക് സദൃശ്യമാണ് എന്ന് പറയാൻ പറ്റും. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? നോക്കൂ, ഈ BD എന്ന ഈ ആർക്കുണ്ടല്ലോ, ചാപം, ആ ചാപം അതിന്റെ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണല്ലേ കോൺ C. ആ ചാപം തന്നെ അതിന്റെ മറുചാപത്തിലെ മറ്റൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ A. എങ്കിൽ ഇത് X ആണെങ്കിൽ ഇതും X ഡിഗ്രി ആയിരിക്കില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളുടെ അളവുകൾ തുല്യമാണ്. പാർട്ട് 1ൽ പറഞ്ഞിരുന്നു നമ്മൾ. ക്ലിയർ? അതുകൊണ്ട് ഇത് X ആണ്. ഈ കോണാണെങ്കിൽ പൊതുവായ കോണാണ്. 2 കോണുകൾ തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും 3ാമത്തെ കോണും തുല്യമായിരിക്കും. അതുകൊണ്ട് 2 ത്രികോണങ്ങളുടെയും കോണളവുകൾ പരസ്പരം തുല്യമാണെങ്കിൽ അവ
സദൃശ ത്രികോണങ്ങളായിരിക്കും അവ, അല്ലേ? സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. സദൃശ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ്? തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും. ഏതാണ് തുല്യ കോണുകൾക്കെതിരെയുള്ള വശം? കോൺ പി എന്ന ഇതിനെ, ഈ ത്രികോണം പി ബി സിയിൽ കോൺ പിയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് ബി സി ആണ്, അല്ലേ? അപ്പൊ ബി സി ബൈ കോൺ പിക്കെതിരെ ബി സി ആണ്. അതുപോലെ കോൺ പിക്കെതിരെ രണ്ടാമത്തെ ത്രികോണത്തിൽ കോൺ പിക്കെതിരെയുള്ള വശം എ ഡി ആണ്. ബി സി ബൈ എ ഡി ഈക്വൽ ടു, മനസ്സിലാവുന്നില്ലേ? ഇനി നമുക്ക് അറിയുന്നത് ഈ എക്സ് ഡിഗ്രിയാണ്. രണ്ടിലും എക്സ് ഡിഗ്രി ഉണ്ട്. ആദ്യത്തെ ത്രികോണത്തിൽ എക്സിനെതിരെയുള്ള വശം പി ബി ആണ്. രണ്ടാമത്തെ ത്രികോണത്തിൽ എക്സ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഈ ത്രികോണത്തിലാണ്. എക്സ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം പി ഡി ആണ്. ഈക്വൽ ടു, ഇനി ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശം ഇതാണ്, അല്ലേ? ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശം, ഇതിനെതിരെയുള്ള വശം എന്ന് പറയുന്നത് എന്താണ്? പി സി ആണ്. പി സി ബൈ രണ്ടാമത്തെ ത്രികോണത്തിൽ മൂന്നാമത്തെ കോൺ ഇതാണ്, അല്ലേ? ഈ കോണാണ്, ഈ രണ്ട് കോണുകളാണ് തുല്യമുള്ളത്. ഇതിനെതിരെയുള്ള വശം പി എ ആണ്, അല്ലേ? നമുക്ക് ആവശ്യമുള്ളത് നോക്കൂ, ഇതാണ്, ഈ 4 കഷ്ണങ്ങളാണ്. അത് ഇതിലല്ലേ വരുന്നത്. എങ്കിൽ ഈ രണ്ട് ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകളും തുല്യമാണെങ്കിൽ നമുക്ക് പറയാം, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. അതല്ലേ തെളിയിച്ചത്, അല്ലേ? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി എന്ന ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ക്ലിയറാണ്? ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം തന്നെയാണ്. ക്ലിയർ? അപ്പൊ അതായത് മറ്റേ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്താൻ, മറ്റേ പ്രോബ്ലം പറഞ്ഞത് പി അകത്താണെങ്കിൽ എന്നാണ് കോൺസെപ്റ്റ് പറഞ്ഞത്. ഇവിടെ ആ പി എന്ന ഇത് പുറമേ ആണെങ്കിലും നമുക്ക് ഈ ആശയം തന്നെ കിട്ടും. പി മുതൽ എ വരെയുള്ള നീളം ഇൻറ്റു പി മുതൽ ബി വരെയുള്ള നീളം സമം ആ ഗുണനഫലം സമം പി സി പി ഡി എന്നിവയുടെ ഗുണനഫലം എന്ന ആശയമാണ്. ക്ലിയർ ആയല്ലോ, അല്ലേ? ഒന്നാം പഠിച്ചത് ഇതാണ്. വൃത്തത്തിലെ ഈ 2 ഞാണുകൾ എ ബി സി ഡി എന്നീ 2 ഞാണുകൾ വൃത്തത്തിനകത്ത് വെച്ച് പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുകയാണ്. എങ്കിൽ എ ബി എന്ന ഞാൻ 2 കഷ്ണങ്ങളായിട്ടുണ്ട്, എ പിയും പി ബിയും. സി ഡി എന്ന ഞാളും 2 കഷ്ണങ്ങളായി, സി പിയും പി ഡിയും. അപ്പൊ നമ്മൾ പഠിച്ചത് പ്രകാരം നമുക്കറിയാം, എ പി ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു എ പി ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി എന്ന് നമുക്കറിയാം, അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കോൺസെപ്റ്റാണ്. ഞാൻ ഈ ഞാണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എ പി എന്നത് വ്യാസമാണ്. സി ഡി എന്ന ഞാൻ ഈ വ്യാസത്തിന് പെർപെൻഡിക്കുലർ ആണ്, ലംബമായിട്ടാണ് കടന്നു പോകുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് പ്രകാരം ഈ പി സി പി ഡി എന്നീ നീളങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ എന്നാണ്. അവിടെ നമ്മൾ പഠിച്ചത് ഒരു വ്യാസം ഞാണിനെ, അല്ലേ, വ്യാസത്തിന് ലംബമായിട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാണിന് ലംബമായിട്ടാണ് വ്യാസം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാണിനെ 2 തുല്യ ഭാഗങ്ങളാക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് പി സി എന്ന നീളവും പി ഡി എന്ന ഈ നീളവും തമ്മിൽ തുല്യമായിരിക്കും, അവ തുല്യമായിരിക്കും എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? വ്യാസം ഞാണിനെ 2 തുല്യ ഭാഗങ്ങളാക്കും, അവ ലംബമായിട്ടാണ് മുറിയുന്നതെങ്കിൽ. എങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ പി ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡിക്ക് പകരം എനിക്ക് പി സി എന്ന് എഴുതിക്കൂടെ? എങ്കിൽ പി സി എന്ന് തന്നെ കിട്ടും. അതാണ് നെക്സ്റ്റ് കോൺസെപ്റ്റ്. എ പി ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. ഈ ഞാണിന്റെ ഭാഗത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും. എന്ത്? വ്യാസം മുറിഞ്ഞുണ്ടാക്കുന്ന ആ ഭാഗങ്ങളുടെ ഗുണനഫലം ഞാണിന്റെ ഒരു ഭാഗത്തിന്റെ പകുതി ആവുകയാണ്. അതുകൊണ്ടാണ് ഞാണിന്റെ മുറിഞ്ഞ ഭാഗത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും എന്നർത്ഥം. ഇത് നമുക്ക് എന്താണ്? ഒരു വ്യാസത്തിന് ലംബമായി വരയ്ക്കുന്ന ഞാൻ, അല്ലെ, ലംബമായി മുറിച്ചു കടക്കുകയാണെങ്കിൽ നമുക്ക് എ പി ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ എന്ന നിയമത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. വരകളൊക്കെ വരുന്ന ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. എങ്ങനെയാണ് അതിലേക്ക് എത്തുക? നമ്മൾ എ പി പി ബി എന്നീ നീളങ്ങൾ 2 തുല്യമല്ല. എ പി എന്ന നീളവും പി ബി എന്ന നീളവും തുല്യമല്ല. ക്ലിയർ അല്ലേ?
ആ നീളങ്ങൾ വശമായി നിങ്ങൾ ഒരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ എ പി നീളമായും വശമായും പി ബി എന്ന നീളം എടുത്ത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് ഇതിലേക്ക് ഒരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ ഈ ചതുരത്തിന്റെ പരപ്പളവാണ് എ പി ഇൻറ്റു പി ബി. ചതുരത്തിന്റെ പരപ്പളവാണ് എ പി ഇൻറ്റു പി ബി. ക്ലിയർ? ഇനി നിങ്ങൾ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ചതുരത്തിന്റെ എ പി ഇൻറ്റു പി ബിക്ക് തുല്യമായിരിക്കും പി സി സ്ക്വയർ. പി സി സ്ക്വയർ എന്ന് പറയുന്നത് പി സി വശമായ ഒരു സമചതുരത്തിന്റെ ഏരിയയാണ്, ഒരു സ്ക്വയറിന്റെ ഏരിയയാണ്. പി സി വശമായ ഒരു സമചതുരത്തിന്റെ പരപ്പളവാണ് പി സി സ്ക്വയർ. പി സി വശമായിട്ട് ഞാൻ ഒരു സമചതുരം വരയ്ക്കുകയാണ്. പി സി വശം ഇത്രയും നീളം വേണം വശം എങ്കിൽ അത്ര നീളം നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ നീട്ടിയെടുക്കാൻ പറ്റൂ അല്ലേ? നമ്മൾ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിൽ വര പഠിച്ചതാണ്. ഇത്രയും പി സി വശം അത്ര നീളം തന്നെ 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇതൊരു നീളം, ഇതൊരു വശം, ഇതൊരു വശം. ഇനി ഇവിടെ കോമ്പസ് കുത്തി നിങ്ങൾ വരച്ചാൽ ഇതിലേക്ക് അത്രയും നീളം തന്നെ ഇങ്ങോട്ട് നീട്ടിയെടുക്കുക. അത്രയും നീളം താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമചതുരം ഉണ്ടല്ലോ, അത് താഴേക്കും വരയ്ക്കാം, ഇത് വശമായിട്ട് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ മുകളിലും വരയ്ക്കാം അല്ലേ? അപ്പൊ ഈ ചതുരത്തിന്റെ പരപ്പളവും ഈ സമചതുരത്തിന്റെ പരപ്പളവും തുല്യമാണ് എന്ന ആശയമാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എ പി ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ എന്ന ഒരാശയവും കോൺസെപ്റ്റുമാണ് നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. അതുപയോഗിച്ചാണ് ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു വെച്ചത്. ആ കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങളോട് ഇപ്പോൾ 18 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക എന്നാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്, സമചതുരമാണ് വരയ്ക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട രീതി 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ് സമചതുരം അല്ലേ? 18 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു സമചതുരം എങ്ങനെ വെച്ചാൽ മതിയോ? അപ്പൊ ഇതിന്റെ സൈഡ് എന്തായിരിക്കും എന്ന് ആലോചിക്കുക. സൈഡ് √18 ആയിരിക്കും. പക്ഷേ √18 നീളം നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാനും സാധിക്കില്ലല്ലോ. എങ്കിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കേണ്ടി വരും? എ പി ഇൻറ്റു പി ബി സമം ഞാൻ പി സി സ്ക്വയർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പി സി സ്ക്വയർ ആണ് സമചതുരം. പി സി സ്ക്വയർ √18 സ്ക്വയർ 18. എങ്കിൽ എ പി ബി ബി രണ്ടളവ്, ഏതെങ്കിലും രണ്ടളവ് എടുക്കാം. നിങ്ങൾക്ക് 18നെ മുറിക്കാൻ പറ്റും. 18 ഏത് സംഖ്യയുടെ ഗുണനഫലം? 6 × 3 ആക്കാം, 9 × 2, 1 × 18 ഏത് രീതിയിൽ വേണമെങ്കിൽ എഴുതാം. ഞാനിപ്പോൾ 6 × 3 എന്നെടുക്കുകയാണെങ്കിൽ 6 × 3 ആണ് 18. അപ്പൊ 6ഉം 3ഉം വശങ്ങളായ ചതുരത്തിന്റെ പരപ്പളവ് 18 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമചതുരത്തിന്റെ ചതുരത്തിന്റെ പരപ്പളവ് ഈ സമചതുരത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. നിങ്ങൾ ഉടനെ എന്ത് ചെയ്താൽ മതി? 6ഉം 3ഉം 9 നീളമുള്ള ഒരു വര വരച്ച് അതിനെ 2 6ൽ വെച്ചൊന്ന് കട്ട് ചെയ്യാം. പോയിന്റ് അടയാളപ്പെടുത്തുക പി എ ബി എന്ന അല്ലേ? ഇനി എന്താ പറഞ്ഞേ? ഇത് വ്യാസമായിട്ട് ഒരു വൃത്തം വരയ്ക്കണം. എങ്കിൽ ഇതിന്റെ പകുതി 6ഉം 3ഉം 9 ആണ്. 9ന്റെ പകുതി 4.5 പോയിന്റ് ഇടാം. മധ്യലംബം വരച്ച് നിങ്ങൾക്ക് മധ്യം കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഒരു സർക്കിളോ അല്ലെങ്കിൽ ഹാഫ് സർക്കിളോ വരയ്ക്കാം. ഹാഫ് സർക്കിൾ വരച്ചാലും മതി, നമുക്ക് പി സി വശം മാത്രം മതി അല്ലേ? എങ്കിൽ ഹാഫ് സർക്കിൾ വരച്ചു കഴിഞ്ഞ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, അർദ്ധവൃത്തം വരച്ചു കഴിഞ്ഞാൽ വൃത്തം മുഴുവനാക്കിയാലും വിരോധമില്ല കേട്ടോ. ഏതാണെങ്കിലും നമുക്ക് ചെയ്യാം. എങ്കിൽ ഇതിനെ ഇവിടെ നിങ്ങൾ ഒരു ലംബം വരച്ചാൽ ആ വൃത്തത്തെ കൂട്ടിമുട്ടുന്ന ആ പി സി എന്ന പകുതി ഭാഗം ഇതാണ്. ഇതിന്റെ നീളം എത്രയായിരിക്കും? 6 × 3 18 അല്ലേ? അപ്പൊ ഇത് √18 ആയിരിക്കും. ക്ലിയർ? ഇതാണ് നിങ്ങൾക്ക് സ്കെയിലിൽ അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നീളം, അളന്നെടുക്കാൻ പറ്റില്ല കൃത്യമായിട്ട്. എങ്കിൽ ഇത് വശമായ ഒരു സമചതുരം വരയ്ക്കാൻ, നമ്മളോട് ചതുരം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇത് നീളവും ഇത് വീതിയുമായ ഒരു ചതുരം ഇവിടെയോ താഴെയോ, നിങ്ങൾക്ക് ഏത് രീതിയിലും താഴെ വേണമെങ്കിൽ വരയ്ക്കാം. ഇത് വശവും ഈ 3 സെന്റിമീറ്റർ ഇവിടെ എടുത്ത് ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കാം, മുകളിലും വരയ്ക്കാം അല്ലേ? ഇനി ഇത് വശമായ സമചതുരം ഞാൻ ഇത്തിരി നേരത്തെ പറഞ്ഞു, ഇത്രയും നീളം തന്നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതിനേക്കാൾ 3നേക്കാൾ കൂടുതലുണ്ടാവും. √18 എന്ന് പറഞ്ഞാൽ 4 പോയിന്റാണ് അല്ലേ? ഇനി അത്രയും നീളം തന്നെ കോമ്പസിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് അളന്നെടുക്കാം. ഇവിടുന്നും അതെടുത്താൽ 90 ഡിഗ്രിയിൽ വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ
സ്ക്വയർ ആണ് നിങ്ങളോട് വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ ഇത് വരച്ചാലും തെറ്റൊന്നും പറയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചതുരം വരച്ച തുല്യ പരപ്പളവുള്ള സമരം വരയ്ക്കാനാവും, അല്ലെങ്കിൽ ചതുരം വരയ്ക്കാതെ തന്നെ നമുക്ക് തുല്യ സമരം വരയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. 18 സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക എന്ന ചോദ്യവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലിയർ? ഇത്രയാണ് ഈ പാഠഭാഗത്ത് പറയുന്ന കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ധാരാളമുണ്ട്. ഏംഗിൾസ് കാണാനും അതുപോലെ അനവധി മറ്റ് പ്രോബ്ലംസും ധാരാളം ഇതിൽ ഉണ്ട്. നമുക്ക് വരകൾ D+കാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇതിലെ ഈ വൃത്തവും അതുപോലെ തൊടുവരകൾ എന്ന ചാപ്റ്റർ വൃത്തവുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ്. ആ 2 ചാപ്റ്ററിലെ വരകളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരു 5 വരകൾ അവിടെ വരുന്നുണ്ട്. 5 കുറേ വരകൾ ഉണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 കൺസ്ട്രക്ഷൻസ് അതിൽ വരുന്നുണ്ട്. നിർബന്ധമായും അതെല്ലാവരും പഠിച്ചിരിക്കണം. അത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.